എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചക്ക കൊണ്ട് ചക്ക മിക്സ്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ചക്കക്കുരു, ചക്കച്ചുള, ചക്കച്ചവണി ഇതെല്ലാം കൂടെ വെച്ചാണ് ചക്ക മിക്സ്ചർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ പ്ലാവിൻ്റെ മുട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്ക അടക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ചക്കച്ചുളയുടെ ചവണി, ചക്കക്കുരു, പാട എന്നിവയൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. ചക്കക്കുരു പൊട്ടിയതും കുരുത്തതുമൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ചക്കച്ചുളയിൽ നിന്ന് മാറ്റിയ ചവണി ഇതാ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരുവിൽ നിന്ന് മാറ്റിയ പാടയും എടുത്തു വച്ചിട്ടുണ്ട്. ഈ പാട നമുക്ക് മിക്സ്ചറിന് ആവശ്യമില്ല, പക്ഷേ ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ്. പിന്നെ കുറച്ച് മടൽ ചവണിയോട് കൂടിയതും എടുത്തു വച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യം വരും. ചക്കക്കുരുവിൽ മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളമൊഴിച്ച് ഉപ്പും കൂടി ചേർത്ത് അവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വയ്ക്കുക. ഈ സമയം കൊണ്ട് ചക്കച്ചുള എടുത്ത് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമുക്ക് ചക്ക പുഴുക്കിനോ ചക്ക എരിശേരിക്കോ മറ്റും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ചുളയുടെ മിഡിൽ ഭാഗമാണ്. അത് ഇതുപോലെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചവണി നോക്കാം. ചുളയിൽ നിന്ന് മാറ്റിയ ചവണിയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ നേരത്തെ ചക്ക അരിഞ്ഞ പോലെ. മടലിൽ നിന്നുള്ള ചവണിയാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ ഒരു യൂണിഫോമിറ്റി കിട്ടും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും ചവണിയും പ്രത്യേകം പാത്രങ്ങളിലാക്കി വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ വച്ചേക്കുക. അപ്പോൾ ചക്കയിലുള്ള കറയൊക്കെ പോയി കിട്ടുകയും ചെയ്യും. പിന്നെ ചക്ക മിക്സ്ചർ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ ഈ ചക്ക മിക്സ്ചർ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മറ്റ് മിക്സ്ചറുകളെ അപേക്ഷിച്ച് ഇത് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് എല്ലാവരും ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കിയാൽ വലിയ ജോലിയായിട്ട് തോന്നത്തില്ല. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ചവണിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചവണി മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പോവുകയാണ്. ചക്കയും ഇതുപോലെ വച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതെടുക്കാം. ഇനി കുക്കർ തുറന്ന് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു പുഴുങ്ങിയ വെള്ളം നമ്മൾ കളയുന്നില്ല. ഇത് നല്ല പോഷകമൂല്യം നിറഞ്ഞതാണ്. ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ പുറംതൊലിയൊക്കെ മാറ്റി, ഈ ചുമന്ന തൊലി എടുക്കേണ്ട, ആ പുറംതൊലി മാത്രം മാറ്റിയാൽ മതി. എന്നിട്ട് ഒരു ആറായിട്ട് കട്ട് ചെയ്ത് ഈ പരുവത്തിൽ തന്നെ എടുക്കണം. നേരത്തെ എടുത്തു വച്ചിരുന്ന ചക്കയും ചവണിയൊക്കെ വെള്ളം തോരാനായിട്ട് എടുത്ത് വച്ചു. ഇപ്പോൾ ഇവിടെ ചക്കയും ചവണിയും ചക്കക്കുരുവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും എടുത്തു വച്ചിട്ടുണ്ട്. പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നു. പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുന്നു. നല്ല മൊരെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരു 10-15 മിനിറ്റോളം വേണ്ടി വരും. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, കാരണം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അടുത്തത് ചവണി ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും, കാരണം എണ്ണ നന്നായിട്ട് തിളച്ചെടുക്കുകയാണ്. അതാ കോരി എടുക്കുകയാണ്. ഇനി ചക്ക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് ഇത് നിരത്തി കൊടുക്കുന്നു. അടുത്തത് ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റോളം ഫ്രൈ ആയി കിട്ടാനായിട്ട് വേണ്ടി വരും. അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കക്കുരു കോരിയെടുക്കുകയാണ്. അതായത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി നമ്മുടെ ചവണിയുടെ മുകളിലോട്ട് നിരത്തി കൊടുത്തു. ഇനി അടുത്തത് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നല്ലോ, അതെടുത്ത് ഇട്ട് കൊടുക്കാം. ഇതും വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. വെളുത്തുള്ളി കോരി മാറ്റുന്നു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതും വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വെളുത്തുള്ളി നമ്മൾ ചക്കക്കുരുവിൻ്റെ മുകളിൽ നിരത്തി കൊടുത്തു.
ഇനി നമുക്ക് കറിവേപ്പില കോരി മാറ്റാം. കറിവേപ്പില വെളുത്തുള്ളിയുടെ മുകളിലോട്ട് നിരത്തി കൊടുക്കുകയാണ്. ഇനി 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പാറ്റിയെടുക്കുക. അതായത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൈയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക മിക്സ്ചർ റെഡി. ബൈ.